എന്താ വിജയോ അപ്പോ ആരെങ്കിലും വിളിച്ചോ? ഇല്ല. ഞാൻ മമ്മിയോട് തുടക്കത്തിലേ പറഞ്ഞല്ലേ അവിടേക്ക് പോണ്ടെന്ന്. ഞാൻ കരുതിയത് മറ്റാര് ഇൻസൾട്ട് ചെയ്താലും മാളു മമ്മിയോട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നായിരുന്നു. ചേച്ചേ, നീ ഇതെന്തറിഞ്ഞിട്ടാ ജോബിൻ? മാളു എന്നെ ഇൻസൾട്ട് ചെയ്തെന്നാണോ നീ വിചാരിച്ചത്? ഒരിക്കലും അല്ല. എനിക്കങ്ങനെ തോന്നിയിട്ട് കൂടിയില്ല. മാളു എന്നെ കാണാൻ വിസമ്മതം പറഞ്ഞതിൽ അപ്പോ ഒരു വിഷമം തോന്നി എന്നുള്ളത് നേരാ. പക്ഷെ ഇവിടെ വന്ന് ഞാൻ അതേക്കുറിച്ച് തന്നെയാ ആലോചിച്ചത്. എന്നെ മാത്രമല്ല, അവളുമായി ബന്ധപ്പെട്ട ആരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാ അവളുടെ മനസ്സിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീ പറഞ്ഞതുപോലെ അതൊരു വലിയ അപകടത്തിലേക്കാ പോകുന്നതെന്ന് ഞാൻ നല്ലതുപോലെ ഭയപ്പെടുന്നുണ്ട് ജോബിൻ. അതിലേ ഉള്ളൂ എനിക്ക് സങ്കടം. ഞാനത് വിജയോടും അപ്പൂനോടും ഒക്കെ സൂചിപ്പിച്ചു. മമ്മിയുടെ ഊഹം ശരിയാ. മാള് സ്വയം ഉൾവലിയുക. ഒരിക്കൽ അവളെ അങ്ങനൊരു ഷെല്ലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് നമ്മളായിരുന്നല്ലോ. അപ്പോഴത്തേതിനേക്കാൾ വഷള ഇപ്പോഴത്തെ അവളുടെ മാനസികാവസ്ഥയെന്നാ എനിക്ക് തോന്നുന്നത്. അന്ന് അപ്പൂന്റെ ഇഷ്യൂ മാത്രമായിരുന്നു, ഇപ്പൊ അതുമാത്രമല്ലല്ലോ. നീ പറഞ്ഞതുപോലെ ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അന്ന് ഇവിടെ വെച്ച് സംഭവിച്ചതുപോലെ അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കും. അതാ എന്റെ പേടി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഈ ജന്മം മുഴുവൻ പ്രായശ്ചിത്തം ചെയ്താലും നമുക്കാർക്കും സമാധാനം കിട്ടില്ല ജോബിൻ. മമ്മി, ഞാനൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. മമ്മിയോടത് ആദ്യം ഷെയർ ചെയ്യാന്ന് വിചാരിക്കുക. എന്താ അത്? രണ്ടും കൽപ്പിച്ച് നാളെ ഞാൻ മാളുവിനെ കാണാൻ തീരുമാനിച്ചു. അതിനിപ്പോ അവള് വേണ്ടെന്ന് പറഞ്ഞാൽ കൂടി മമ്മിയുടെ അഭിപ്രായം എന്താ? അങ്ങനെ നിനക്ക് തോന്നുന്നെങ്കിൽ അത് നല്ലതാ. പക്ഷെ ജോബിൻ, ആ ഒരു തീരുമാനം കൊണ്ട് മാളുവിന്റെ കാര്യത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കാവൂ എന്ന് ഉറപ്പിക്കല ആദ്യം വേണ്ടത്. ആ ഉറപ്പ് അശ്വതിയും മുരളിയെയും നീ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുകയും വേണം. അവരെങ്ങനെയൊക്കെ എന്നോട് പ്രതികരിക്കാൻ പോകുന്നെന്നുള്ള ഏകദേശം ഒരു ധാരണയൊക്കെ എനിക്കുണ്ട് മമ്മി. പക്ഷേ ഈ പറഞ്ഞതുപോലെ മാളുവിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അതൊന്നും മുഖവിലേക്ക് എടുക്കണ്ടെന്ന് കരുതുന്നു. അവളെ കാണാനുള്ള നിന്റെ തീരുമാനം ഒരിക്കലും അവൾക്ക് ദോഷമായി വരരുത്. എനിക്കത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ ഡയറക്റ്റായി ഒരിക്കലും മാളുവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. അതിനു മുമ്പ് മറ്റൊരു വഴിയാ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. നാളെ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് മമ്മിയോട് പറയാം. മമ്മി ഇപ്പൊ സമാധാനത്തോടെ പോയി കിടന്നുറങ്ങാം. നീയും പോയി ഉറങ്ങിക്കോ. ചിലപ്പോ എല്ലാം നല്ലതിനു വേണ്ടിയാവും. അങ്ങനെ സമാധാനിക്കാം. പോയി കിടന്നോ. ശരി മമ്മി. എന്താ അശ്വതി, അവള് കഴിക്കാൻ കൂട്ടാക്കുന്നില്ലേ? ഇല്ലമ്മേ, ഞാൻ എത്ര പറഞ്ഞിട്ടും അവക്കൊന്നും വേണ്ടെന്നാ പറയുന്നത്. ഇങ്ങനെയുണ്ട് ഒരു വാശി. വേണ്ടെങ്കിൽ കഴിക്കണ്ട. ഇല്ലഞ്ഞിട്ടല്ലോ, അഹങ്കാരമല്ലേ. പട്ടിണി കിടക്കുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലായിക്കൊള്ളൂ എന്ന് പറഞ്ഞ എങ്ങനെയാ മുരളിയേട്ടാ? ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മളല്ലേ? എത്രയെന്ന് കരുതിയിട്ടാ അവളുടെ ഈ വാശിയും പിണക്കമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്? നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അശ്വതി. മുരളി പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ തെറ്റൊന്നുമില്ലല്ലോ. അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് അവക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്കാ മനസ്സിലാകുന്നത്? നീ അങ്ങോട്ടിരുന്ന് എന്തെങ്കിലും കഴിക്കേ. ഇനി അതിന്റെ പേരിൽ നീ പട്ടിണി കിടന്ന് സൂക്കേടൊന്നും വരുത്തി വെക്കണ്ട. എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ഗ്ലാസ് പാലോ ഫ്രൂട്ട്സ് എടുത്തു വേണമെങ്കിൽ കഴിച്ചോളൂ. അവളെ ആ റൂമിൽ ഇപ്പൊ തനിച്ചു കിടത്താൻ എനിക്ക് പേടിയാവുക. എന്താ എപ്പോഴാ തോന്നുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ കാര്യം അശ്വതി പറഞ്ഞാൽ ശരിയാ മുരളി. ഈ അവസ്ഥയിൽ അവളെ തനിച്ച് കിടത്തണ്ട. ഒരു കാര്യം ചെയ്, കുറച്ചു ദിവസം ഞാൻ കിടന്നോളാം അവളോടൊപ്പം. മുരളി പറഞ്ഞ പോലെ നീ ഒരു ഗ്ലാസ് പാലെടുത്ത് വെക്കേ. അതും കൊണ്ട് ഞാൻ പോയി നോക്കാം. ചിലപ്പോ കഴിക്കാൻ കൂട്ടാക്കിയാലോ? ഞാൻ പറയുന്നത് നമുക്ക് അനുനയത്തിൽ കൂടി മാളുവിനെ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണിക്കാവുന്ന. എന്തിനാ മുരളി? അതിന്റെ ഒന്നും ആവശ്യമില്ല. അതുമാത്രമല്ല, പുറത്താരെങ്കിലുമൊക്കെ അറിഞ്ഞാൽ നാണക്കേടാ. 1-9 ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. അതിന്റെ ഭവിഷ്യത്ത് പിന്നെ പെണ്ണിന് വേറൊരു കല്യാണാലോചന വരുമ്പോഴായിരിക്കും അറിയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള മണ്ടത്തരത്തിനൊന്നും നിൽക്കണ്ടെന്നായി എന്റെ അഭിപ്രായം.
ഇപ്പൊ നമ്മൾ അവളെ കൂടെ ഉണ്ടല്ലോ. അവളുടെ ഈ പിണക്കം ഒന്ന് മാറുന്നത് വരെ നമ്മളൊന്ന് മെനക്കെടണം. അത്രയല്ലേ ഉള്ളൂ. അത് നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ. ഞാൻ നോക്കിക്കോളാം അവളെ. അതെ, ആ ഡേയ്സി ടീച്ചർ പറഞ്ഞതാ മുരളിയുടെ മനസ്സില്. അതാ കൂടെ കൂടെ അവളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്ന കാര്യം പറയുന്നത്. എടി പെണ്ണെ, നീ ആയിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. ഹലോ. അപ്പോ കിടന്നായിരുന്നോ? ഇല്ല. എന്താ ഡോക്ടർ, എന്തിനാ വിളിച്ചേ? മാളുവിന്റെ കാര്യം മമ്മി പറഞ്ഞിരുന്നു, അതറിഞ്ഞിട്ട് വിളിച്ചതാ. ഞാനും അറിഞ്ഞിരുന്നു. അപ്പോ മാളുവിനെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഇല്ല. കോണ്ടാക്ട് ചെയ്യാൻ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അല്ല, അശ്വതി ആന്റിയോ അങ്കിളിനെയോ വിളിക്കാറുന്നില്ലേ? എന്തിന്? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഡോക്ടർ. ഞാൻ അവളെ വിളിക്കുന്നതോ കാണാൻ ചെല്ലുന്നതോ അവർക്കും ഇഷ്ടാവില്ല. ഇനി അങ്ങോട്ട് വിളിച്ച് അവരുടെ കണ്ണിൽ കരടാവിണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരുന്നു. കേട്ടിടത്തോളം അത്ര നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല അപ്പോ. മാളുവിന്റെ കാര്യത്തിൽ ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കൂടുതൽ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് മാറും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഡിപ്രഷൻ മാളുവിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അതിന്റെ ഒരു പീക്ക് സ്റ്റേജിൽ മാളു എങ്ങനെയാവും റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഡോക്ടർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ എനിക്കോ ഡോക്ടർക്കോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യാൻ പറ്റുന്നത് മുരളി അങ്കിളിനോ അശ്വതി ആന്റിക്കോ. പക്ഷേ അവരുടെ മനസ്സിരിപ്പ് എന്താന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ലല്ലോ. ഡോക്ടർ മുരളി അങ്കിളിനോ ആന്റിയോ എങ്ങനെയും വിളിച്ചിരുന്നു? ഇല്ല, ഞാൻ വിളിച്ച ചിലപ്പോൾ അവർ എങ്ങനെയാവും റിയാക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ, അതേ അവസ്ഥയല്ല ഞാനും. പക്ഷെ അപ്പോ ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ? ഡോക്ടർ സമാധാനിക്കുക, അവക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോ മാളു ഈ കണ്ടീഷനിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമ്മുടെ മുന്നിൽ അനുഭവങ്ങളുണ്ടല്ലോ, അതാ എന്റെ ടെൻഷൻ. ഡോക്ടർ വിഷമിക്കണ്ട. ഈ അവസ്ഥയിൽ മാളു ഒറ്റയ്ക്കായിരിക്കില്ല. ആന്റിയോ ഇന്ദിര മുത്തശ്ശിയോ ആരെങ്കിലും അവൾക്കൊപ്പം ഉണ്ടാവും. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോ അത്രയും ഭ്രാന്തമായ ഒരു അവസ്ഥയിലാവും മാളുവിന്റെ മനസ്സിപ്പോ ചിന്തിക്കുന്നത്. നാളെ നമുക്ക് എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഡോക്ടർ സമാധാനത്തോടെ കിടന്നുറങ്ങുക. ഓക്കെ, ശരി. ശരി. മോളെ, ഞാൻ കരുതി നീ നേരത്തെ കിടന്നിട്ടുണ്ടാവുമെന്ന്. മക്കളതാ ഈ പാലങ്ങോട്ട് കുടിക്കേ, എന്നിട്ട് ഈ ആപ്പിളും എടുത്ത് കഴിക്കേ. മുത്തശ്ശി നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. നീ ഇങ്ങനെ ആരോടും മിണ്ടാതെയും ചിരിക്കാതെയൊക്കെ നടക്കുന്ന കണ്ടിട്ട് മുത്തശ്ശിക്ക് എന്തൊരു വിഷമാണെന്നറിയോ? കാര്യം ഞാൻ നിന്നെ വഴക്കൊക്കെ പറയുമെങ്കിലും നിന്റെ മുഖം ഒന്ന് ഇരുണ്ട് കണ്ട എനിക്ക് സഹിക്കില്ല. ദാ ഇതങ്ങ് കുടിച്ചേ. എനിക്ക് വേണ്ട മുത്തശ്ശി. അങ്ങനെ പറയല്ലേ, മുത്തശ്ശിക്ക് വേണ്ടിയല്ലേ. രാത്രിയിൽ ആരും അത്താഴ പഷ്ണി കടന്നുകൂടാ, അതുകൊണ്ടാ. നല്ല മോളല്ലേ, ഇതങ്ങോട്ട് കുടിക്കേ. ഞാൻ പറഞ്ഞ എന്റെ മോള് കേൾക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ മുത്തശ്ശി ഇതൊക്കെ കൊണ്ടുവന്നേ. ഈ പാലും കുടിച്ച് ഈ ആപ്പിളും എടുത്ത് കഴിക്കേ. എനിക്ക് മതി. മുത്തശ്ശി പോയിക്കോ, ഇതോടെ കൊണ്ടുക്കോ. ഇതെന്തിനാ? എന്തിനാന്ന് ചോദിച്ചാ എനിക്ക് അങ്ങനെ തോന്നി. നീ തനിച്ച് കിടക്കുമ്പോഴേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നീ ചിന്തിക്കും. ഇതാവുമ്പോ ഉറക്കം വരുന്നത് വരെ നമുക്ക് മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാമല്ലോ. ഞാൻ ദേ ഈ ഓരത്ത് കിടന്നോളാം. വേണ്ട, ഇവിടെ ആരും കിടക്കണ്ട. മുത്തശ്ശി പോവാൻ നോക്ക്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? മുത്തശ്ശി ആഗ്രഹിച്ചു വന്നവല്ലേ ഇന്നിവിടെ നിന്റെ കൂടെ കിടന്നോളാന്ന്.
അത് വേണ്ട ഞാൻ പറഞ്ഞില്ലേ. മുത്തശ്ശി പോവാൻ നോക്ക്. അതെന്താ? ഞാൻ നിന്റെ കൂടെ ഈ മുറി കിടക്കുന്ന നിനക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തനിച്ചിടക്കുന്ന ഇഷ്ടം. നീ എന്തു പറഞ്ഞാലും നിന്നെ ഇവിടെ ഇന്ന് തനിച്ച് കിടത്തുന്ന പ്രശ്നം ഇല്ല. കട്ടിലെ കിടക്കുന്നതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞാനിവിടെ നിലത്ത് വിരിച്ചു കിടന്നോളാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്. എനിക്ക് ആരുടെയും കാവല് സെക്യൂരിറ്റി ഒന്നും വേണ്ട. മുത്തശ്ശി ഇറങ്ങിപ്പോയേ. ഇത് പെണ്ണേ, കൂടുതൽ വാശി നിർബന്ധമൊന്നും പിടിക്കല്ലേ. അതെ, വാശി നിർബന്ധം തന്നെയാ. ഇന്ന് ഈ മുറിയിൽ ഞാനല്ലാതെ വേറെ ആരെങ്കിലും കിടന്നാ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. പറഞ്ഞേക്കാം. എന്താ ഇവിടെ? എനിക്കിത് കിട്ടണ മുരളി. ഇവളിവിടെ തനിച്ചല്ലേ, ഒരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതി ഞാനിവിടെ കിടക്കാന്ന് വിചാരിച്ചപ്പോ ഇവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? അവക്കാരുടെ കൂട്ട് വേണ്ട പോലും. ഇനി കട്ടിലിൽ കിടക്കുന്ന പ്രശ്നമെങ്കിൽ നിലത്ത് കിടക്കാന്ന് പറഞ്ഞിട്ട് പോലും ഇവള് സമ്മതിക്കുന്നില്ല. എന്താ മാളു ഇത്? മുത്തശ്ശി കൂടി ഇവിടെ കിടന്ന എന്താ സംഭവിക്കാൻ പോകുന്നേ? ആരും കൂട്ട് കിടന്നില്ലെങ്കിലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ ഈ റൂമിൽ തനിച്ചേർന്നല്ലോ കിടന്നത്. അന്ന് സംഭവിക്കാത്തതൊന്നും ഇന്ന് സംഭവിക്കാൻ പോകുന്നില്ല. രാജാ, എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരും പേടിക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യില്ല. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ എന്റെ ജീവിതം ജീവിച്ചു തീർത്തോളാം. അത് തന്നെ എന്റെ ഉദ്ദേശവും. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും അവിവേകം ചെയ്തു കളയുന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. എനിക്ക് ആരുടെയും കൂട്ടും വേണ്ട. പറഞ്ഞല്ലോ, ഈ വാതിലകത്തൊന്നും ഞാൻ ലോക്ക് ചെയ്യേയില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വന്ന് പരിശോധിക്കുകയും ചെയ്യാം. ഇത്രയൊക്കെ ചെയ്താ പോരാ ഞാൻ? അമ്മേഞ്ഞു പോര്. തനിച്ച് കിടക്കുന്ന അവൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇനി അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. ഇങ്ങനെ ജീവിച്ച് ശിക്ഷിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഞങ്ങളായിട്ട് ഇതിലൊന്നും പറയുന്നില്ല. വാസുതി, വാമേ. ബിപിക്ക് രാവിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോണോ? പോണം. എന്താ ചോദിച്ചത്? അല്ല, ഞാൻ ഇന്ന് പാർലറിൽ ഉച്ച കഴിഞ്ഞ് പോവാന്ന് വിചാരിച്ചു. അതെന്ത് പറ്റി? രാവിലെ മാളൂലൊന്ന് പോയി കണ്ടാലോ എന്ന് വിചാരിക്കുക. ബിപിക്ക് ലേറ്റായി പോയാൽ മതിയെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവായിരുന്നു. ഇനിയിപ്പോ സാരമില്ല, ഞാൻ മാത്രം പോയിട്ട് വരാം. അത് വേണോ ഗീത? താനിപ്പോ അങ്ങോട്ട് പോണോ? വേണം. അപ്പു ഇന്നലെ അവളുടെ കാര്യം പറയണ കേട്ടിട്ട് എനിക്കാകെ പേടിയാവുന്നു ബിപി. എല്ലാവരും അവളോട് ശത്രുതാഭാവത്തിൽ പെരുമാറുന്നുള്ള ധാരണയിലായിരിക്കും അവൾ എങ്ങനെ പെരുമാറുന്നത്. നമ്മളായിട്ട് ചെന്ന് അവളെ ഒന്ന് ആശ്വസിപ്പിച്ച ചിലപ്പോ അവളുടെ മനസ്സ് മാറിയാലോ. താൻ ചെന്നാലും ഇന്നലെ ഡേസിയോട് റിയാക്ട് ചെയ്ത പോലെയാണ് അവൾ പെരുമാറുന്നെങ്കിലോ? ഏയ്, എന്നോട് മാളും അങ്ങനെയൊന്നും കാണിക്കില്ല. ഇനിയിപ്പോ അങ്ങനെ ഒരു വാശി കാണിച്ചാലും ഞാൻ അതൊന്നും കാര്യമാക്കാനൊന്നും പോണില്ല. എന്തായാലും അവളെ കണ്ട് സംസാരിച്ചിട്ടേ വരുന്നുള്ളൂ. കാര്യമൊക്കെ നല്ലത് തന്നെ. എനിക്ക് തന്നോടൊപ്പം വരണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ രണ്ടുപേരെയും കാണുമ്പോൾ അശ്വതി മുറിയിലേക്ക് അത് വേറെ രീതിയിലേ കാണുള്ളൂ. പോരാത്തതിന് ആ ഇന്ദിരാമ വായ തോന്നിയൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും. ആ, അത് ശരിയാ. വിപി വരണ്ട, ഞാൻ തനിച്ച് പോയിക്കോളാം. പോയി ഞാൻ അവളെ ഒന്ന് കാണട്ടെ ആദ്യം. അതാ നല്ലത്. അപ്പുവിനെ ഞാൻ വിളിച്ചതാ ഇന്നലെ. അപ്പൊ അപ്പുവും വരുന്നില്ലെന്ന് പറഞ്ഞു. അതേതായാലും നന്നായി. ഈ സാഹചര്യത്തിൽ തൻ്റെ ഒപ്പമാണെങ്കിൽ പോലും അപ്പു വരാതിരിക്കുന്നതാ നല്ലത്. മാളുവിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അശ്വതിയോട് താൻ കാര്യമായിട്ടൊന്നും സംസാരിക്കേ. പറഞ്ഞു കേട്ടിടത്തോളം ഇപ്പൊ അവൾക്കൊരു മെഡിക്കൽ എയ്ഡ് കിട്ടുന്നത് നല്ലതാണെന്നാ എനിക്ക് തോന്നുന്നു. അതിനൊക്കെ അവർ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബിപി. ഇനി അഥവാ തയ്യാറായാൽ പോലും ഇന്ദിരാമ അതിനൊന്നും സമ്മതിക്കില്ല. അവളെ വെറുതെ മനോരോഗിയാക്കി ചിത്രീകരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞുണ്ടാക്കും. എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം. അപ്പു എഴുന്നേറ്റില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ അപ്പുവിനുള്ള കോഫി കൊണ്ട് കൊടുക്കട്ടെ? ചിലപ്പോ രാവിലത്തെ മൂഡിന് അപ്പു എന്നോട് വരാൻ തയ്യാറായാലോ? അത് വേണ്ട ഗീത. ഇനി അപ്പു തയ്യാറാണെങ്കിൽ കൂടി ഒപ്പം കൂട്ടണ്ട. താൻ തനിച്ചു പോയാൽ മതി.
ആ എഴുന്നേറ്റോ? അപ്പൂ അപ്പൂ രാവിലെ എഴുന്നേറ്റ് ഇവൾ എവിടെ പോയി? അപ്പൂ 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 എന്തു പറ്റി? അപ്പു റൂമിലില്ല വിപി. രാവിലെ പുറത്തു പോയോ? ഇല്ലല്ലോ, ഞാൻ കണ്ടില്ല. ഇനി ഞാൻ ബാത്റൂമിൽ പോയ സമയത്ത് എങ്ങനെ പോയെന്നറിയില്ല. ശരാ, അപ്പു പിന്നെ എവിടെ പോയി? ഇനി മാളൂനെ എങ്ങാനും കാണാൻ പോയോ? ഹേയ്, ഇത്ര രാവിലെയോ? അതെന്തായാലും ഉണ്ടാവില്ല. ചിലപ്പോൾ നടക്കാൻ പോയതാവും. എന്തായാലും ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നു അപ്പൂന്? താൻ ടെൻഷൻ ആവണ്ട, സംഭവം അത് തന്നെയായിരിക്കും. അപ്പൊ എനിക്ക് വന്നോളും. അതെ, ഞാൻ അശ്വതി ഒന്ന് വിളിക്കട്ടെ. എന്തിന് വിളിച്ചിട്ട് താൻ എന്താ ചോദിക്കാൻ പോകുന്നത്? അപ്പോ അവിടെ വന്നോന്നോ? ശേ, രാവിലെ തന്നെ താൻ അവരെ വെറുതെ മൂഡ് ഓഫ് ആക്കല്ലേ. എടോ, ഞാൻ പറഞ്ഞില്ലേ അപ്പോ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോയതാവും. കുറച്ച് കഴിഞ്ഞ് ആളിങ്ങ് എത്തിക്കോളും. താനൊന്ന് സമാധാനപ്പെട്. മുരളിയേട്ടാ, 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 എന്താ സ്ഥിതി? മുരളിയേട്ടാ, മാളുവിനെ റൂമിൽ കാണാനില്ല. കാണുന്നില്ലെന്നോ? ആ, അവളെവിടെ പോയി? താൻ എല്ലായിടത്തും നോക്കിയോ? നോക്കിന്നേ, വാഷ്റൂമിലും ബാൽക്കണിയിലും ഒക്കെ നോക്കി, ഒരിടത്തും അവളില്ല. എന്താ അശ്വതി, എന്തു പറ്റി? മാളുവിന് എവിടെയെങ്കിലും കാണാനില്ലമ്മേ. രാവിലെ ചായ ആയിട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോ വാതിൽ തുറന്നു കിടക്കുന്നല്ലാതെ അവളെ എവിടെയെങ്കിലും കാണാനില്ല. ചതിച്ചു എന്റെ ഭഗവാനെ, പെണ്ണ് പണി പറ്റിച്ചല്ലോ എന്റെ മക്കളെ. അശ്വതി, നീ എല്ലായിടത്തും നല്ലതുപോലെ നോക്കിയായിരുന്നോ? നോക്കിയമ്മേ. എന്നെ സംശയിക്കണ്ട, അവൾ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതായിരിക്കും. എന്റെ സ്വാമി, എന്തൊക്കെ പരീക്ഷണങ്ങളാ. ഞാൻ രാത്രിയിൽ റൂമിൽ പോയി നോക്കിയതാ. അപ്പോൾ അവള് ബെഡിലുണ്ടായിരുന്നതാ. എന്നാ പിന്നെ വെളുപ്പാങ്കാലത്ത് വല്ലതും ഇറങ്ങിപ്പോയതായിരിക്കും. ഇന്നലെ കൂട്ടുകിടക്കണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ച് എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ടപ്പോഴേ അവളത് മനസ്സിൽ വിചാരിച്ച് ഉറപ്പിച്ചു കാണും. ഇനി അവള് പണിക്കര വീട്ടിലെങ്ങാനും പോയിട്ടുണ്ടാവുമോ? ഏയ്, അവിടെ പോയിട്ടുണ്ടാവില്ല. അഥവാ അവിടെ ചെന്നിരുന്നെങ്കിൽ വിപിയോ ഗീതയോ ആരെങ്കിലും വിളിച്ചു പറയില്ലായിരുന്നോ? എന്തായാലും നീ ഗീതയൊന്ന് വിളിച്ചു നോക്ക് അശ്വതി. അവിടെ ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാലോ. ഇങ്ങനെ നോക്കി നിൽക്കാതെ അവളെ ഒന്ന് പോയി അന്വേഷിക്കും മുരളിയേട്ടാ. എനിക്കാകെ പേടിയാവുന്നു. ഇനി എവിടാന്ന് വെച്ചാ മുരളി പോയി അന്വേഷിക്കുന്നത്? എനിക്കൊരു ഊഹമില്ല അമ്മേ. എവിടെ ഉണ്ടെങ്കിലും അവളെ വേഗം കണ്ടെത്താൻ നോക്കും മുരളിയേട്ടാ. താൻ വിഷമിക്കാതെ, ഞാൻ പോയി അന്വേഷിക്കാം. അശ്വതി, നീ ഗീതയൊന്ന് വിളിക്കേ. ആ, ഈശ്വര, എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്തരുത്. എന്റെ കൃഷ്ണ, ഒരു ചുറ്റുവിളക്ക് നേർന്നേക്കാമേ. എന്താടോ താനെന്തായി നോക്കുന്നു? അല്ല, എന്നാലും അപ്പു പറയാതെ എന്താ പോയെന്ന് ആലോചിക്കായിരുന്നു. ഡ്രസ്സും ബാഗും ഒന്നും എടുത്തിട്ടില്ലല്ലോ. ഡ്രസ്സും ബാഗോ? എന്തിനാപ്പ അത്? ഇവിടെ തനിക്കിത് എന്താ പറ്റിയത്? ഇത്ര രാവിലെ അപ്പു ഡ്രസ്സും ബാഗും എടുത്ത് എങ്ങോട്ട് പോയെന്നാ താൻ പറയുന്നത്? അല്ല വിപി, അപ്പുനെ ഇവിടെ കാണാത്തതുകൊണ്ട്. ശേ, എന്റെ ഗീത, താനും ഇങ്ങനെ തുടങ്ങല്ലേ. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ രാവിലെ എഴുന്നേറ്റ് നടക്കാനോ പറ്റോ പോയതാവും. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതല്ലോ എന്ന് കരുതിയാവും പറയാതെ പോയത്. അതിന് താനിങ്ങനെ ടെൻഷൻ അടിച്ചാലെങ്ങനെ? എന്താന്നറിയില്ല വിപി, ചിലപ്പോ ഓരോന്നൊക്കെ ആലോചിച്ചു കൂട്ടിയിട്ടാവും. എനിക്ക് ആകെ ഒരു ടെൻഷനാ. ആരാത്? അശ്വതിയാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ചിലപ്പോ അവിടെ ഉണ്ടാവും. ഹലോ അശ്വതി. ഗീതേച്ചി വീട്ടിലാണല്ലോ അല്ലേ? അതെ അശ്വതി, പറഞ്ഞോ, എന്തു പറ്റി? മാളു അവിടെ വന്നിട്ടുണ്ടോ ഗീതേച്ചി? മാളുവോ? ഇവിടെയോ?